ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. കേസ് അപ്പോൾ നമ്മളിങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഒരു CS റാങ്കിൻ്റെ വീഡിയോ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായല്ലോ ഒരു CSൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് CS ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ ഫസ്റ്റ് റൗണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം റാൻഡം ടീംമേറ്റ്സ് ആണ് കേസ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവന്മാരെല്ലാം ബോട്ടാണെന്ന് തോന്നുന്നു. കാര്യം എനിക്കധികം റാങ്കൊന്നുമില്ല, ഞാൻ ഡയമണ്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ടീംമേറ്റ്സ് എല്ലാവരും ബോട്ടോ ന്യൂ പ്ലെയേഴ്സോ വല്ലതും ആയിരിക്കും. അപ്പോൾ അവന്മാരടിച്ചിട്ടോളും, ഞാൻ അടിച്ചാലൊന്നും ഡാമേജ് പോകത്തില്ലല്ലോ, അപ്പുറത്തുള്ളതും ബോട്ടായിരിക്കും. ഓക്കെ, ഒരു കിണ്ണങ്കാച്ചി ഹെഡ് പോയി ഗൈസ്. പക്ഷേ GAT അല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ദിമിത്രിയൊക്കെ ഇട്ടു. ആ ഗ്ലൂ വാൾ കൃത്യമായിട്ട് വീണിരുന്നേ ചിലപ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നേ. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമേറ്റ് വന്ന് അടിക്കുന്നുണ്ട്, പക്ഷേ അവനും നോക്കായി. എല്ലാവരും പൊട്ടന്മാരാണോ ഡേ? മോർ ഇവനൊരു പ്രോയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവൻ അടിച്ചിടുമെന്ന് നമുക്ക് നോക്കാം. അടിച്ചിടുമെന്ന്. അല്ല, ഓൾഡ് പ്ലെയർ വല്ലതും ആണോ? ഓൾഡ് പ്ലെയർ ആണെന്നാണ് തോന്നുന്നത്. കാര്യം ചെക്കൻ്റെ ഒരു കിടിലൻ എയ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ഏത് റൗണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ട്വിസ്റ്റ് പോകുമല്ലോ. ഒരു എയ്സ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അവനടിച്ചിടുന്നുണ്ട്. നൈസ്. ഓക്കെ, ഒരു നോക്ക് എടുത്തിട്ടുണ്ട് ചേക്കൻ. സീനാണ്. ഓക്കെ, പക്ഷേ പുറകിൽ നിന്ന് വന്ന് അവനടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. മോർ അവനടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലിയോ മറ്റേ വിജയുടെ സിനിമ. ഓക്കെ, അവൻ വന്ന് ഇവനെ അടിച്ചിട്ടിട്ടുണ്ട് കേസ്. റൗണ്ട് 2 നൂറക് ഡാമിലാണ് കേസ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഡെസേർട്ട് ഈഗിൾ വേണോ? വേണ്ട കേസ്, നമുക്ക് AR-94 എടുക്കാം. എനിക്ക് അതിനെന്തോ നല്ല ഗൺ സ്കിനുണ്ട്, പക്ഷേ ഞാൻ BR ഒന്നും കളിക്കുമ്പോൾ AR-94 ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എനിക്കത് പുഷ് ചെയ്യാൻ അറിയത്തില്ല, യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ AR-94 ഉപയോഗിക്കാത്തത് അധികം. എനിക്കതുകൊണ്ട് തന്നെ വലിയ ഒരു ഇതില്ല AR-94. അതായത് നമ്മൾ ഇമോട്ടൊക്കെ ഇടണുണ്ട്, സീനാണ്, എന്ത് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ഇതിലം വഴി പോയി അടിച്ചിടാം. അതേ നിങ്ങൾ ഡാമേജൊക്കെ പോകുന്ന കണ്ടോ AR-94? ഇപ്പോൾ കണ്ടോ നിങ്ങൾ? ഞാൻ അടിക്കുമോ അവനെ? അപ്പോൾ നിങ്ങൾക്ക് ഡാമേജ് പോകുന്ന കണ്ട. ഓക്കെ, ഇവൻ പോയ അവനെ അടിക്കുന്നുണ്ടല്ലോ. എടാ, നമുക്കൊന്നും ബെസ്റ്റ് എടുക്കാനുള്ള കാശ് പോലും ഇല്ല, എന്നിട്ടാണ്. ഓക്കെ, 36 വെച്ച് കണ്ടോ നിങ്ങൾ? ആ ഒരു ഇത് പോകുന്നുണ്ടോ? ഗ്ലൂ വാളിട്ട് ഇവനെ എണീപ്പിക്കാൻ നോക്കും. ഓക്കെ, ദിമിത്രി ഇട്ടിട്ടുണ്ട്. മറ്റവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ അടിക്കാം. ഓക്കെ, അടിക്കാൻ പറ്റിയില്ല ഗൈസ്. അവൻ കഴിഞ്ഞിട്ടും പിന്നെ ആ മൂലക്ക് പോയി നിൽക്കുവാണ്. ഓക്കെ, അടി കൊണ്ട് അവൻ ചത്തിട്ടുണ്ട്. മറ്റവൻ തോംസൺ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ഞെക്കി കൊല്ലുമായിരിക്കും. കാര്യം AR-94 ഇവിടെ നിന്നല്ല ഞാൻ അടിക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, മറ്റേ ആ വൂക്കോങ് അവന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അവനും കൂടെ വന്ന് ഇവന് സപ്പോർട്ട് തന്നു. അയാണോ? ഓക്കെ, ഇരുമ്പ് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ മോറാണ് ഗൈസ് നിൽക്കുന്നത്. മോർ എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, മോർ ഇതേ താഴത്തോട്ട് പോയിട്ടുണ്ട്. കിടിലൻ പ്ലെയറാണ്. ഇപ്പം കണ്ടു ചെക്കൻ്റെ എയ്സ് നിങ്ങൾ കണ്ടോ? ഓക്കെ, ട്വിസ്റ്റെല്ലാം പോയല്ലോ. എയ്സ് ഈ റൗണ്ടിലാണ് എയ്സ്, നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇവനടിച്ചിടും. ഓക്കെ, കിടിലനൊരിതിട്ട് കണ്ടോ. അവൻ്റെ ഒരു ബുദ്ധി കണ്ടോടാ. എനിക്ക് തോന്നുന്നില്ല ഇവൻ ഓൾഡ് പ്ലെയർ ആണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവൻ ന്യൂ പ്ലെയർ ആണെന്ന്. ഒരു ഓൾഡ് പ്ലെയറൊക്കെ കളിക്കുന്ന പോലെ ഉണ്ട്. അത്യാവശ്യം കണ്ടോ ആ ഓറിയനൊക്കെ ഇട്ടാണ്ടാ. ഇപ്പം ന്യൂ പ്ലെയേഴ്സാണെ ഒന്നും ഇടാതെ നേരെ അങ്ങോട്ട് ചാടിപ്പോയി കണ്ടോ. ഗ്ലൂ ആൾക്ക് ആ ഒരു എനിക്കെന്തോ അവനെ കാണുമ്പോൾ ബോട്ടിനെ പോലെ നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഒരു ഗെയിം പ്ലേ ഒക്കെ കാണുമ്പോൾ പ്രോയാണെന്ന് തോന്നുന്നു. അല്ല ഓൾഡ് പ്ലെയർ വല്ലതും ആയിരിക്കും. കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഒന്ന് മെഡിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടോ? മെഡിക്കറ്റാണ് എടുക്കുന്നത്. എന്തോ. ഓക്കെ, അവനവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റവനെ അതേ ഇപ്പം അടിച്ച് നോക്കിടണുണ്ടോ? 90 അങ്ങനെ കണ്ടല്ലേ. ഓക്കെ, അവനെ അടിച്ച് നോക്കിയിട്ടിട്ടുണ്ട് ഗേസ്. മെഡിക്കറ്റ് എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു ചെക്കൻ. സീനാണ്. മറ്റവൻ വൂക്കോങ് കൂടെ ഉള്ളൂ. 67. ഓക്കെ, ഡെസേർട്ട് ഈഗിൾ കൊണ്ടുള്ള കിടിലൻ ഏസ്. പിന്നെ 67. 90 ക്വാഡ്രാ ടേക്ക് ഡൗൺ ഏസാണ് കേസ് ചെക്കൻ്റെ. ഓക്കെ, സീനാണ്. അപ്പോൾ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവന് P90 ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് P90 കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതെങ്കിലും മണ്ടൻ തരുമോ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതോ ഒരു മണ്ടൻ നമുക്ക് തന്നിട്ടുണ്ട്. ഞാനത് ആരാണെന്ന് നോക്കില്ല. ചിലപ്പോൾ നേരത്തെ ആ ഒരു ഇതുള്ളവനായിരിക്കും. അപ്പോൾ അവന് കുറേ പൈസ കിട്ടി കാണുമല്ലോ. മാത്രമല്ല അവൻ്റെ എല്ലാം സെറ്റാണല്ലോ. കുറച്ച് റിപ്പയർ കിറ്റ് മേടിച്ച് അങ്ങോട്ട് റിപ്പയർ ചെയ്താൽ മതിയല്ലോ. അല്ല, കഴിഞ്ഞതിൽ നമുക്ക് അങ്ങനെ വെസ്റ്റൊന്നും മേടിക്കാനുള്ള കാശില്ലായിരുന്നു. അത് ബോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഏതോ ഒരുത്തിന് എനിക്ക് തന്നേക്കുന്നു. ബോട്ടല്ല, മണ്ടന്മാരാണ്. ഇതെല്ലാം റിയൽ പ്ലെയേഴ്സ് തന്നെയാണ് ഗൈസ്. പക്ഷേ അവന്മാർക്കൊന്നും ലെവലില്ലാത്തതുകൊണ്ടാണ് ബോട്ടിനെ പോലെ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വല്ല കില്ല് വല്ലതും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാര്യം ബോട്ടുള്ളപ്പോൾ നമുക്ക് ബോട്ടല്ലല്ലോ. ഇവന്മാരെ കാണുമ്പോൾ ബോട്ടെന്നേ പറയാൻ പറ്റുള്ളൂ. റിയൽ പ്ലെയേഴ്സ് ഉള്ളപ്പോൾ നമുക്കങ്ങനെ ഇതാക്കാനൊന്നും പറ്റത്തില്ല ഗൈസ്. ഈ ന്യൂ പ്ലെയേഴ്സൊക്കെ ഉള്ളപ്പം അവന്മാർ അടിക്കുന്നതിനൊക്കെ നല്ല ഡാമേജ് ആയിരിക്കും. അവന്മാരടിക്കുമ്പോൾ എനിമീസ് പെട്ടെന്ന് ചാവും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ന്യൂ പ്ലെയർ അടിച്ചാലും ഞാനും പെട്ടെന്ന് ചാവും. ഓക്കെ, നമുക്കൊരു AWM-Y കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന എന്താണെന്ന് എനിക്കറിയത്തില്ല. കാര്യം AWM-Y എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. നമുക്ക് മുകളിൽ കൂടെ കയറി ഇതിനെ അടിച്ചിടാൻ നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആ ഒരു കില്ല് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഒരു നോക്ക്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ആ റൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മോറിന് ട്രിപ്പിൾ കില്ല് കിട്ടി. അവൻ നമ്മളടിച്ച അടിയും കൂടെ കിട്ടിയിരുന്നേ പിന്നെയും ചെക്കൻ ഒരു എയ്സ് കിട്ടിയേനെ. അവൻ ട്രിപ്പിൾ കില്ല് എടുത്ത് ഗൈസ്. സീനാണ് ചെക്കൻ. എനിക്ക് തോന്നുന്നു അവൻ ഏതോ ഓൾഡ് പ്ലെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഗ്ലൂ വാളൊക്കെ മേടിച്ച് സെറ്റാവാം ഗൈസ്. അവന്മാരെ അടിച്ചിടാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇനിയും CS റാങ്ക്ഡ് ഗെയിം പ്ലേ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ചാനലിന് ഇപ്പോൾ റീച്ചൊന്നും ഇല്ല. എന്തുവാണ് ഗൈസ് നിങ്ങളിങ്ങനെ? ഗൈസ് ഇപ്പോൾ 2-1 ഗൈസ് നിൽക്കുന്നത്. നമുക്ക് അവന്മാരെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. നമ്മൾ ഡെസേർട്ട് ഈഗിൾ, P90, AWM എല്ലാം വെച്ച് നമ്മൾ പോവുകയാണ്. എനിക്ക് AWM അധികം യൂസ് ചെയ്യാൻ അറിയത്തില്ല. തലക്കിട്ടൊന്നും കൊള്ളിക്കാനൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ 150 പോയിട്ടുണ്ട്. ഓക്കെ എന്തോ ലക്കാണ്, അല്ലാതെ എനിക്ക് ദേഹത്ത് പോലും കൊള്ളത്തില്ല ഗൈസ്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് കൊണ്ടേക്കുന്നത്. ഓക്കെ അവൻ എന്തോ എന്നെ അടിക്കാനായിട്ടാണ് നോക്കിയത്, പക്ഷേ കൊണ്ടില്ല. നമ്മൾ സൈഡ് വഴി പോയി അവനെ ഏതെങ്കിലും ഒരു കില്ലെടുക്കാൻ പറ്റുമെന്നാണ് ഗൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെക്കന്മാരെല്ലാവരും കൂടെ കില്ലെല്ലാം എടുത്തു കഴിഞ്ഞ് നമുക്ക് കില്ലൊന്നും തരത്തില്ലെന്നാണ്. ഓക്കെ ഗൈസ്, ഇമോട്ടൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ച് കളി തീർന്നു. പക്ഷെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു, അവനെ തപ്പി നടക്കുവാണ്. കളി തീർന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഞാൻ താണ്ടേ ഫ്രണ്ടിലോട്ട് പോയി അവനെ അടിക്കാനായിട്ട് നോക്കുവാണ്. അവനെ ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇമോട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എനിമി സ്റ്റില്ലുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പോയി അടിക്കാമെന്നാണ് വിചാരിച്ചത്. അവനിവിടെ ഒന്നും കാണുന്നില്ല കേസ്. അവനെ തപ്പിക്കൊണ്ട് നടക്കുവാണ് എല്ലാം. ഓക്കെ, അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു അടി കിട്ടിയത്. പിന്നെയാണ് അവൻ്റെ തല എനിക്ക് കിട്ടിയത്. പിന്നെ സ്കോപ്പ് ചെയ്ത് തല അടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ എനിക്കിട്ടടിച്ചു. ഓക്കെ, നമ്മൾ ദിമിത്രി ഇട്ടു. നമ്മുടെ ടീമേറ്റ് എന്തോ ഗ്രോസ് കൊണ്ടൊക്കെയാണ്ട് അവൻ അടിച്ചിട്ട്. ഗ്രോസൊക്കെയാണ് അവന്മാരുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ ഈ യൂസ് ചെയ്യാൻ അറിയാൻ മേലാത്ത AWM വെച്ച് നടക്കുമ്പോഴത്തേക്കും ഗ്രോസൊക്കെയാണ് അവന്മാരുടെ കയ്യിലിരിക്കുന്നത്. വേണം നമുക്ക് P90 എടുക്കാം. ഓക്കെ, ലെവൽ 4 വെസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേസ്. AWMന് വരെ നമുക്ക് ഒന്നുകൂടെ P90 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഇതായിട്ട് കളിക്കാൻ പറ്റും കേസ്. P90 ഇവിടെ ഒന്നും കാണുന്നില്ല. P90 ഇവന്മാരുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. ഇവന്മാർ വല്ലതും ഡ്രോപ്പ് ചെയ്യുവാണെങ്കിലേ, കാര്യം ലെവൽ 4 വെസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഗണ്ണൊക്കെ എടുത്ത് കാണും എല്ലാവരും. അപ്പം P90 ആരെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് P90 എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവൻ P90 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ AWM അവിടെ വെച്ചിട്ട് ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുത്തനും എടുത്തിട്ടില്ല ഇതുവരെ. കാര്യം അത് തീരാൻ ആയിട്ടുള്ള സമയമായിരുന്നല്ലോ. ഒരുത്തനും എടുത്തിട്ടില്ല. ഓക്കെ, നമ്മുടെ പ്രോ പ്ലെയർ മോർ അവിടെ ഇരിപ്പുണ്ട്. മോറ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കൂടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുന്നുണ്ട് ഗൈസ്. വന്നില്ലേ അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിലും വഴി വരുവാണ്. ഇതിലും വഴി വന്ന് അവനെ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഗൈസ്. ഇവിടെ വല്ല എനിമി നിൽപ്പുണ്ടെങ്കിൽ അവനെ അടിച്ചിടാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡബിൾ P90 ഒക്കെ വെച്ച് സെറ്റായിട്ടാണ് ഗൈസ് പോകുന്നത്. അവിടെ ഒരുത്തൻ നിൽക്കുന്നു, എനിമിനെയും കാത്ത് നിൽക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, നല്ലൊരു ഡാമേജ് കൊടുത്ത് അവനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. വെസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. എന്താ പറ്റിയെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, അവനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനിയും അവൻ്റെ ടീംമേറ്റ്സ് വല്ലതും വരാൻ നേരത്ത് ടീംമേറ്റ്സ് വരുന്നവരെ നമുക്ക് നോക്കി നിൽക്കാം. ഇവനെ റിവൈവ് അടിക്കാൻ വേണ്ടിയിട്ട് ടീംമേറ്റ്സ് വരുന്ന സമയത്ത് ഓക്കെ ദാണ്ടേ വന്നൊരുത്തൻ. എടാ കൃത്യമായിട്ട് ഞെക്കാൻ പറ്റിയില്ലടാ. ഓക്കെ, അവൻ മിക്കവാറും റിവൈവ് അടിക്കുമായിരിക്കും. നമുക്ക് ആ കില്ല് കംപ്ലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു. വെറുതെ അതിമോഹം കാണിച്ച് അഹങ്കാരം കാണിച്ച് കില്ല് കളഞ്ഞു. എടാ നീ എന്തുവാണ് നോക്കി നിൽക്കുന്ന? അടിക്കടാ, ഡെസേർട്ടുകൾ കൊണ്ട് 2 ഞെക്കടാ. ഓക്കെ എടാ, അവനെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇരുമ്പാണ് കേസ് അവനെ അടിച്ചിട്ടിരിക്കുന്നത്. അയണാണ് അവനെ അടിച്ചിട്ടേക്കുന്നത്. ഓക്കെ ഗൈസ്, കളി ഇപ്പോൾ 3-2 ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കളി തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. കളി നമ്മുടെ കയ്യിലോട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെയാണ് നമുക്ക് കളി പെട്ടെന്ന് ജയിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പിന്നെയും P90 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ വാളൊക്കെ സെറ്റാണ്. ഗ്ലൂ വാള് ഓക്കെ, ഒരു ഹെൽമെറ്റാണ് വിഷയം. ഹെൽമെറ്റ് നമ്മൾ ലെവൽ 2 ആണ് കേസ് വെച്ചിട്ട് കളിക്കാൻ പോകുന്നത്. ലെവൽ 4 വെസ്റ്റ് ഉണ്ട്. അത് നമുക്കൊരു ആനുകൂല്യമായിരിക്കും. എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം ഗൈസ്. ഈ റൗണ്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അല്ലേ അടുത്ത റൗണ്ടാണെങ്കിലും നമുക്ക് പിടിക്കാം. നമുക്കാണിപ്പോൾ ഒരു ആധിപത്യം ഉള്ളത്. 3-2 ആണ് ഗൈസ്. അവന്മാർ ആ ഒരു പ്രഷറിലായിരിക്കും കളിക്കാനായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ പ്രഷറൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് നേരെ ചെന്ന് അടിച്ച് കളിച്ചാലും കുഴപ്പമില്ല ഈ ഒരു റൗണ്ടിൽ. അടുത്ത റൗണ്ടിൽ അപ്പോൾ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് കളി ഈ റൗണ്ടിൽ തന്നെ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിലും വഴിയൊക്കെ ചെല്ലുവാണ്. അവന്മാരെയൊന്നും അവിടെ കാണുന്നില്ല. ഓക്കെ, താഴത്തൂടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ടീമേറ്റിനെ അവിടെ ഒരുത്തൻ നോക്കിയിട്ട്, ഇവനാണെന്ന് തോന്നുന്നു കഴിഞ്ഞ കളിയിൽ എന്നെ കില്ല് ചെയ്തത്. അവനെ നമ്മൾ താണ്ടെ കില്ലിട്ടിട്ടുണ്ട് ഗൈസ്. അവനെ നോക്കിയിട്ടിട്ടുണ്ട്. അവൻ്റെ ടീമേറ്റ് വരാൻ നേരത്ത് അവനെ അടിച്ചിടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുവാണ്. പക്ഷേ നേരത്തെ ഞാൻ എൻ്റെ പാഠം പഠിച്ചുകൊണ്ട് തന്നെ അവനെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് താണ്ടെ നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ കളി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താണ്ടെ അവിടെ ഒരു നിപ്പുണ്ട്. അവൻ അത്യാവശ്യം ഞെക്ക് കൊടുത്ത് വീണേൻ്റെ ഉണ്ട്. പക്ഷേ ഓക്കെ, വുഡ് പെക്കർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവനിപ്പോൾ ചത്തേനെ. ഓക്കെ, അവനവിടെ നിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മോർ അവിടെ നിപ്പുണ്ട്. പ്രോ പ്ലെയറാണ് ചെക്കൻ. അപ്പോൾ ചെക്കൻ ആരെങ്കിലും അടിച്ചിടുമെന്ന് നോക്കാം. ആരെയോ അടിച്ചിട്ടെന്ന് തോന്നുന്നു. അവൻ ആരുമായിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചെക്കനെ തൊടുന്നു. അവനിട്ട് 62 കൊടുത്തിട്ടുണ്ട് ഗേസ്. ഓക്കെ, നമ്മുടെ മോർ അവനെ സിമ്പിളായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഗേസ്.
ഓക്കെ, അവിടുന്ന് ഒരുത്തിനും കൂടെ വന്നുണ്ട്. എൻ്റെ മോനെ ഹെഡ് ഷോട്ടറാ. ഓക്കെ ഗൈസ്, അങ്ങനെ കളി ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.